ഇന്നത്തെ വീഡിയോ പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ. അതിൻ്റെ കൂടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ട് ലസ്സി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 4 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 നന്നായിട്ട് മൂത്തതാണ്, 2 കുറച്ച് ഇളയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിതിനെ പൾപ്പൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിൽമയുടെ തൈരുണ്ടല്ലോ, അതുതന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല എരിവുള്ള ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 കറിവേപ്പിലയും, പിന്നെ കുറച്ച് ചപ്പ് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഉപ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയുടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല തണുത്ത വെള്ളം കുറച്ച് പാർന്നു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസിൻ്റെ അടുത്ത് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ തന്നെ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചായിട്ട്. പിന്നെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് ലസ്സി നമുക്ക് വേറൊരു മെത്തഡിലൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാനിതിൻ്റെ കൂടെ ഒന്ന് കാണിക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു ജാറിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ട് ലസ്സി ഉണ്ടല്ലോ, അതൊരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല തണുത്ത സോഡയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന നോർമൽ സോഡയാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുടിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടും നല്ല ഇഷ്ടമായി. പിന്നെ കുറച്ചുകൂടെയൊക്കെ എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ സോഡ ഒഴിച്ച് കൊടുക്കുമ്പോൾ വേറൊരു അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.